ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഒടുവിൽ നെയ്മർ ജൂനിയർ ആരാധകർ കാത്തിരുന്ന ആ വാർത്ത എത്തിയിരിക്കുന്നു. നെയ്മർ ഇപ്പോൾ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്, പിച്ചിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, ബോൾ കൊണ്ട് കുറച്ചു നേരം നെയ്മർ ട്രെയിനിങ് നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ശുഭകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നെയ്മർ ട്രെയിനിങ് നടത്തുന്നതിൻ്റെ വീഡിയോസ് ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ നെയ്മർ ജിമ്മിൽ മാത്രമായിരുന്നു ട്രെയിനിങ് നടത്തിയിരുന്നത്. ഇപ്പോൾ അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്ന് നെയ്മർ ജൂനിയറെ ഒരു ടെസ്റ്റിന് വിധേയമാക്കിയിരുന്നു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പോസിറ്റീവായ രൂപത്തിലാണ് കാര്യങ്ങൾ ഉള്ളത്. നെയ്മർ പരിക്കിൽ നിന്നും ഏറെക്കുറെ മുക്തനായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നെയ്മർ പിച്ചിലേക്ക് മടങ്ങിയെത്തി. എന്നിട്ട് അദ്ദേഹം കുറച്ചു നേരം റണ്ണുകൾ നടത്തി. അതായത് ബൂട്ട് ഉപയോഗിച്ചിരുന്നില്ല, മറിച്ച് സ്നീക്കേഴ്സ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു കളിക്കളത്തിൽ റണ്ണുകൾ നടത്തിയിരുന്നത്. അതിനുശേഷം ബോൾ കൊണ്ട് കുറച്ചു നേരം ട്രെയിനിങ് നടത്തി എന്നുള്ളതാണ്. ബൂട്ടുകൾ ധരിക്കുകയും ബോൾ കൊണ്ടുള്ള ട്രെയിനിങ് നടത്തുകയും ചെയ്തു. അതിൻ്റെ വീഡിയോസ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഗ്രൂപ്പിനോടൊപ്പം നെയ്മർ ജൂനിയർ ട്രെയിനിങ് നടത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നാളെ ഇനി നെയ്മർ ഗ്രൂപ്പിനോടൊപ്പം ട്രെയിനിങ് നടത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ കളിക്കാൻ സാധ്യത കുറവാണ്. കാരണം റിസ്ക് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ബ്രസീലിയൻ ദേശീയ ടീമിന്റെ തീരുമാനം. അതിനുശേഷം സ്കോട്ട്ലാൻഡിനെതിരെയാണ് ബ്രസീൽ അടുത്ത മത്സരം കളിക്കുക. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ തെളിയുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.